ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് എല്ലാം. അപ്പോൾ വെറുതെ കളയുന്ന കുപ്പി കൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പില നല്ല തഴച്ച് വളരാനും അതുപോലെ പ്രാണി പുഴുക്കളൊന്നും ഇല്ലാതെ ഇതുപോലെ കാട് പോലെ വളർന്നു കിട്ടാൻ ഈ ഒരു വെള്ളം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ കറികൾക്കായാലും നമ്മളുടെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടാറുണ്ടല്ലേ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കുറച്ച് നല്ല കറക്റ്റ് പരുവാക്കി എടുക്കുന്നത്. നമ്മളുടെ പാക്കറ്റ് ഇഡ്ഡലി മാവ് മേടിക്കാറുണ്ട്. അപ്പോൾ എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല ഭയങ്കര കട്ടിയായിട്ടാണ് വരുന്നതല്ലേ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് പഞ്ഞിയായിട്ടുള്ള ഇഡ്ഡലി ഇതുപോലെ കിട്ടാനായിട്ട് നമ്മൾ നല്ല കിടിലൻ ഒരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്താൽ നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി കിട്ടും. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് മാവ് കൊണ്ടാണ് നമ്മൾ ഈ പഞ്ഞി പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം മഴക്കാലത്തുണ്ടാകുന്ന ഈച്ച ശല്യം പ്രാണിയൊക്കെ പോകാനായിട്ട് നല്ല കിടിലൻ ടിപ്സ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയ കുപ്പി ഉണ്ടെങ്കിൽ വലിയ കുപ്പി എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അരയുടെ കുപ്പി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം സൈസ് കുപ്പി എടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കത്തെ പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഫുള്ള് വേണ്ട, മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് വശവും ഇതുപോലെ തന്നെ അതേ കട്ട് ചെയ്തും നടക്ക് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരിയേണ്ട പച്ചക്കറി ഏതാണ്, ആ പച്ചക്കറി ഇതിൻ്റെ ഉള്ളിലാക്കി നമുക്ക് അരിഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കിച്ചണിൽ കയറുന്ന ഫസ്റ്റ് ടൈം കയറുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു പേടി ഉണ്ടാകും, കൈമുറിയും എന്നൊക്കെ. അപ്പോൾ അത് വേണ്ട, നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് പച്ചക്കറി എത്ര ഉണ്ടെങ്കിലും വേഗം തന്നെ ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യം വെണ്ടയ്ക്കയാണ് അരിയുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം നമ്മൾ കളഞ്ഞിട്ട് വേഗം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞ് എടുക്കാം. നമ്മളുടെ കൈ മുറിയുമെന്നോ അതുപോലെ തന്നെ നമുക്ക് ഒരു വലുപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. എത്ര പച്ചക്കറി വേണമെങ്കിലും പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയും, പിന്നെ പ്രത്യേകിച്ച് ഈ വെണ്ടയ്ക്കൊക്കെ അരിയുമ്പം ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലേ, അത് മാറാൻ വേണ്ടി നമുക്കത് ഇതുപോലെ കത്തിയിൽ ഇതുപോലെ നാരങ്ങ എണ്ണ സ്പ്രെഡ് ചെയ്ത് വെണ്ടയ്ക്ക അരിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഈ കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വെണ്ടയ്ക്ക നമ്മളുടെ കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കൈയൊന്നും മുറിയത്തില്ല. അപ്പോൾ സുരക്ഷിതമായിട്ട് നമുക്ക് എത്ര പച്ചക്കറി വേണമെങ്കിലും അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പാവയ്ക്ക ഉള്ളിലെ പോർഷൻസൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്ത് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ വെറുതെ കളയുന്നതാണല്ലേ കുപ്പികൾ. അപ്പോൾ ഇതുപോലെയൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മളുടെ അടുക്കള ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ എളുപ്പമാകും. അപ്പോൾ അതായത് പാവയ്ക്കയും നമ്മൾ എളുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീരയായാലും പയറായാലും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ആ കുപ്പിയുടെ ഉള്ളിലാക്കി നമുക്കിതുപോലെ തന്നെ ഒന്ന് മുറുക്കി പിടിച്ച് അരിഞ്ഞെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കറിയാം കൈ വെച്ച് അരിയുമ്പോൾ നമ്മളുടെ കയ്യിലും പാട് വീഴുകയും മുറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ തന്നെ ഗ്ലൗസും ഒന്നും ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഇതുപോലെ ചീരയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ ചീരയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം പച്ചക്കറികളെല്ലാം നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു കുപ്പി കൊണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈസി ആയിട്ടുള്ളൊരു രീതി തന്നെയാണ്. അപ്പോൾ അത് എല്ലാം നമ്മളുടെ പച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കറിവേപ്പില നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്ര തഴച്ച് വളർന്നാലും ഇടയ്ക്കൊക്കെ ഇതുപോലെ പുഴുക്കളും അതുപോലെ പ്രാണികളൊക്കെ തിന്ന് നശിപ്പിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ മാറി നമ്മളുടെ കറിവേപ്പില കാട് പോലെ വളരാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഫുള്ള് വേണ്ട, നമുക്ക് അതിൻ്റെ ഞെട്ട് മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം തളിച്ചാൽ നമുക്ക് എത്ര ചെറിയ കറിവേപ്പിലയാണെങ്കിലും പെട്ടെന്ന് തന്നെ വളർന്ന് കാട് പോലെ പിടിച്ച് കിട്ടാനും പുഴുക്കളും അതുപോലെ തന്നെ പ്രാണികളുടെയൊക്കെ ശല്യമില്ലാതെ നല്ല ഫ്രഷ് ഇലയൊക്കെ തഴച്ച് വളരാനൊക്കെ സഹായമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു ബൗളിലെടുത്തിട്ട് ആ ഞെട്ട് മാത്രം ഇട്ട് കൊടുക്കുവാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ എത്ര പുഴുക്കളും അത് പ്രാണിശല്യമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മാറിക്കിട്ടും. പ്രത്യേകിച്ച് ഇലയായതുകൊണ്ട് ആ ഇലയൊക്കെ തിന്ന് കളയും പുഴുക്കളുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഒരു നൈറ്റ് ഓവർനൈറ്റ് മൊത്തം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഞാൻ പിറ്റേ ദിവസം എടുത്തപ്പോൾ ആ ഞെട്ടൊക്കെ ഒന്ന് അലുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സത്ത് മൊത്തം വെള്ളത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം
വെള്ളമൊന്നും നമുക്ക് തളിച്ചാൽ പുഴുക്കളും പ്രാണികളൊക്കെ ഇല്ലാതാകും. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ വേപ്പില ഇതുപോലെ തന്നെ നശിച്ചു വന്നപ്പോൾ ഞാൻ ഇതാണ് ചെയ്തത്. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് കിട്ടിയത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തന്നത്. പുതിയ ഇലകളൊക്കെ അത് തളർത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ആ പ്രാണിശല്യവും പുഴുക്കളും ഒക്കെ മാറി നല്ല കിളിർന്ന് ഇല വന്നിട്ടുണ്ട്, പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇല വന്നത് നല്ല ആരോഗ്യത്തോടെയുള്ള കറിവേപ്പിലയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേപ്പിലയുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഒടിക്കുമ്പോൾ നമ്മളിത് ഇതുപോലെ പകുതിക്ക് വെച്ച് ഒടിക്കണം. ഓരോ ഇലയായിട്ട് അതിൽ നിന്ന് അടർത്തിയെടുക്കരുത്. അപ്പോൾ ഒടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പൊട്ടി വളരുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് നമുക്ക് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നത് ഐഡിയയാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതളാക്കിയിട്ട് നമുക്കത് ഇതുപോലെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് അതിന് ശേഷം നമുക്കൊരു പേപ്പറിൽ വെറും പ്ലെയിൻ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും വാടാതെയും ഒക്കെ ഇരിക്കും. അപ്പോൾ കൂടുതൽ വേപ്പില കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്യണം. അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ഇഡ്ഡലി മാവ് മേടിക്കുമ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊക്കെ തിരുത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കട്ടിയായിട്ടായിരിക്കുമല്ലോ ഇഡ്ഡലി കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് സോഫ്റ്റ് ആകാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ആ മാവിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് ഒരു 5-10 മിനിറ്റോളം നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നിങ്ങളൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച ആ മാവല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കി അരച്ചെടുത്ത ആ മാവ് തന്നെയാണെന്നേ പറയത്തുള്ളൂ. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി കടയിൽ നിന്നൊക്കെ ഇഡ്ഡലി മാവ് മേടിക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 5-10 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കിയിരിക്കണം. അപ്പോൾ എന്നാൽ ആ എണ്ണയൊക്കെ നല്ലപോലെ സ്പ്രെഡായി സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ കറികൾക്കൊക്കെ ഉപ്പ് കൂടിയ നമുക്കറിയാം, പച്ചക്ക അതുപോലെ കൂർക്ക ഒക്കെ ഇട്ട് കൊടുത്ത് ആ ഉപ്പൊക്കെ നമ്മൾ കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ഐറ്റംസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഫോയിൽ പേപ്പർ മൊത്തം കവർ ചെയ്തിടുക ഉപ്പ് കൂടിയാൽ. അതിനുശേഷം കുറച്ച് ചോറ് വിതറി ഇതുപോലെ ഇടുക. അതിനുശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും നമുക്കത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് ശേഷം നമുക്ക് ഈ പേപ്പർ മാറ്റിയാൽ മൊത്തം നമുക്കറിയാം ആ എണ്ണയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഉപ്പിൻ്റെ അംശമൊക്കെ ചോറിൽ ലയിച്ച് ചേർന്നോളും. പിന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, നല്ല കിടിലൻ ഫ്രൈ കിട്ടുകയും ചെയ്യും. അടുത്ത് നമുക്ക് നമ്മളുടെ കിച്ചൺ ടാങ്കിൽ ബ്ലോക്ക് ഇല്ലാതാകാനായിട്ട് ഞാൻ ഒരു കുപ്പിയുടെ ഏറ്റവും അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഹോളിട്ട് കൊടുക്കണേ. അതിന് ഞാൻ അതേ സ്റ്റൗ ഒന്ന് ഓണാക്കി പപ്പടക്കോല് വെച്ച് അതിൻ്റെ ചുറ്റും ഒന്ന് ഹോളിട്ട് കൊടുക്കണം, ചെറിയ ഹോളിട്ട് കൊടുക്കണേ. അതിനുശേഷം നമുക്കത് നമ്മളുടെ കിച്ചൺ സിങ്കിൻ്റെ ഏറ്റവും നടുക്കായിട്ട് വെച്ചാൽ നമ്മളുടെ ആ വേസ്റ്റ് ഒക്കെ ഇതിലായിരിക്കും വീഴുന്നത്. അപ്പോൾ ഓൾറെഡി നേരിട്ട് പോകാതെ ബ്ലോക്കെല്ലാം തടഞ്ഞെടുക്കാം. പിന്നെ ഈ മഴക്കാലമായി നമുക്കറിയാം വറ്റൽമുളകൊക്കെ നമുക്ക് കടുക് പൊട്ടിക്കാനൊക്കെ നമ്മൾ മാറ്റി വെക്കുക, അതൊക്കെ പൂപ്പലടിക്കുമല്ലേ. അതിനായിട്ട് ഇതുപോലെ ഒന്ന് പാനിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി തണുത്ത ശേഷം മാത്രം നമുക്കത് ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ടൈറ്റായിട്ടുള്ള എയർ ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിലിട്ട് വെച്ചാൽ ചീത്തയാകില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടുത്ത് നമുക്ക് നമ്മളുടെ പാത്രങ്ങളും അതുപോലെ തന്നെ സിങ്കൊക്കെ കഴുകാനായിട്ട് സ്റ്റീലിൻ്റെ ഇതുപോലുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ കൈയൊക്കെ പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് തൊടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഒരു കുപ്പിയുടെ ഏറ്റവും ടോപ്പ് ഭാഗം മുറിച്ചെടുത്ത് അതിലൊന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് റബ്ബറിട്ടൊന്ന് കെട്ടിവെച്ച ശേഷം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഈസി ആയിട്ട് കഴുകുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ആ പോർഷൻസ് നമ്മളുടെ കയ്യിൽ നേരിട്ട് നമ്മൾ എടുത്ത് കഴുകേണ്ട കാര്യമില്ല. കയ്യൊന്നും നമുക്ക് വൃത്തികേടാകത്തുമില്ല. ഇതുപോലെ തന്നെ നമ്മളുടെ സിങ്കുമൊക്കെ എത്ര കറ പിടിച്ച പാത്രങ്ങളും അതുപോലെ സിങ്കുമൊക്കെ ക്ലീനാക്കി എടുക്കാവേ. അപ്പം നല്ലൊരു ഐഡിയയാണ്. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് നമ്മളുടെ കൈ എന്നും ചീത്തയാകത്തില്ല. നമ്മളുടെ സിങ്കൊക്കെ നല്ലപോലെ തന്നെ വൃത്തിയാകും. അതുപോലെ തന്നെ സ്പോഞ്ചിൻ്റെ നമുക്കിതുപോലെ തന്നെ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ മാറ്റുമൊക്കെ കഴുകാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഇനി നമ്മൾ തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ചെറിയൊരു മഞ്ഞപ്പ് കളറും വരും, ടേസ്റ്റ് വ്യത്യാസവും വരും. അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷോടെ ഇരിക്കാനായിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ തേങ്ങ കേടാകില്ല കേട്ടോ. അടുത്തത് നമുക്ക് മഴക്കാലമാണ്, ഈച്ചശല്യം ഇല്ലാതാകാനായിട്ടുള്ള ഐഡിയ ആണ്. തുളസി നമുക്കറിയാം നല്ല എഫക്റ്റീവാണ്. നമുക്കൊരു ജലദോഷം വന്നാൽ പോലും നമ്മൾ തുളസി ഇട്ട് ആവി പിടിക്കാറുണ്ടല്ലേ. അപ്പം നമുക്കറിയാം അത്ര എഫക്റ്റീവായിട്ടുള്ള ഇലയാണ് തുളസി എന്ന് പറഞ്ഞാൽ. ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കിയ ശേഷം നമുക്കിതിട്ട് കൊടുക്കാം. നല്ലപോലെ വെട്ടിത്തിളച്ച് ഇത് വറ്റിയൊന്ന് വരണേ, പകുതിയായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം മതി നമ്മളുടെ ഈച്ച പ്രാണിയൊക്കെ ശല്യമൊക്കെ ഇല്ലാതാകാനായിട്ട്. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് നമ്മളുടെ ഹോളിലും കിച്ചണിലൊക്കെ ഒന്ന്
തളിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പാചകം കഴിഞ്ഞ് നമ്മളുടെ സ്റ്റൗവിലേക്ക് ഒന്ന് തുടച്ച് കൊടുത്താൽ പ്രാണി ഈച്ച ശല്യം ഒന്നും വരില്ല. നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ ടൈലിലൊക്കെ ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നല്ലൊരു സ്മെല്ലും കിട്ടും, ഈച്ചയുടെ ശല്യവും കാണില്ല കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് അതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വെറും വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ കർപ്പൂരം കുറച്ച് 2 എണ്ണമാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് നമുക്ക് പൊടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കി തളിച്ച് കൊടുത്താലും മതി. ഈച്ച ശല്യം ഇല്ലാതാവും. ഏറ്റവും വെറുക്കുന്നൊരു സാധനമാണല്ലോ ഈച്ച. പ്രത്യേകിച്ച് എനിക്കൊക്കെ ആണെങ്കിൽ ഒരു ഈച്ച കണ്ടാൽ അത് കൊന്നാൽ നല്ലൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ വെറുക്കുന്നൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ നമ്മൾ അലക്കുമ്പം കളറ് പിടിക്കുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഇടാതെ സെപ്പറേറ്റ് നമുക്കിത് കളർ ഇളകാതിരിക്കാനായിട്ടുള്ള ഐഡിയ ആണ്. കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട ശേഷം കഴുകി കഴിഞ്ഞാൽ കളറൊന്നും ഇളകില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.